ങ്ങൾക്ക് മുമ്പ് പറ്റിയ ഒരു അമ്പിളിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുക. ദുബായ് പോയ ഒരു സമയത്താണ്. ഒരു അടിപൊളി ഹോട്ടലിലാണ് താമസമൊക്കെ. ഈ ഹോട്ടലൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവിടെ ജിംനേഷ്യം ഉണ്ട്. ജിംനേഷ്യത്തിൽ ഞാൻ പോവും. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ഒരു കണ്ണാടി നോക്കുന്ന ആളല്ല. പക്ഷേ ഈ ജിംനേഷ്യത്തിൽ പോയി ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ജിംനേഷ്യത്തിലും പോയിട്ടില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം സ്ഥിരമായിട്ട് ജിംനേഷ്യത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജിംനേഷ്യത്തിൽ പോയി അവിടെ ഞാൻ കണ്ടത് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ആൾക്കാർ കണ്ണാടിയിലൂടെ ആൾക്കാർ നോക്കും. അവരിങ്ങനെ മസിലൊക്കെ പിടിച്ച് നോക്കുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റായി. ഞാനൊരു 7-8 ദിവസം അവിടെ താമസിക്കണം. ആദ്യത്തെ ദിവസം ജിംനേഷ്യത്തിൽ പോയിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എൻ്റെ മസിലൊക്കെ നോക്കി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അത്ര തടിയുള്ള ഒരാളൊന്നുമല്ല, അങ്ങനെ ഒരുപാട് മസിലോ ഉള്ള ആളൊന്നുമല്ല. പക്ഷേ അത്ഭുതമെന്നേ പറയുള്ളൂ, എൻ്റെ ശരീരത്തിന് നല്ല വലുപ്പം. അങ്ങനെ ആ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ട്രെയിനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കയറിക്കൊണ്ട് രാവിലെയും പോകും, വൈകുന്നേരവും ഞാൻ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കണ്ണാടി നോക്കും. ഞാൻ ആകെപ്പാടെ മാറിയൊരവസ്ഥ. എൻ്റെ ശരീരത്തിൻ്റെ മൊത്തം വലുപ്പം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിരിക്കുന്നു. വലിയ സന്തോഷമായി. കാരണം ഇനി നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പം വൈഫ് ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി എന്നെ കാണും. കാരണം ഞാൻ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു, അതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ജിമ്മിൽ പോകുന്നു, തിരിച്ചു വന്നിട്ട് എൻ്റെ ശരീരം ഞാൻ ഗ്ലാസ്സിൽ നോക്കുന്നു. അങ്ങനെ ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഈ കണ്ണാടി നോക്കേണ്ട ആവശ്യമൊന്നും കാര്യമായിട്ട് വരുന്നില്ലല്ലോ. ഞാനങ്ങനെ ദുബായ് എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് അവിടെ ടോയ്ലറ്റിൽ വാഷ്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം. കാരണം ഞാൻ ഹോട്ടൽ റൂമിൽ കണ്ട ഞാനല്ല. ജിംനേഷ്യത്തിൽ പോയി ഡെവലപ്പ് ചെയ്ത എൻ്റെ ബോഡി ഇപ്പം കാണാനില്ല. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എങ്ങനെയാണോ ദുബായിക്ക് പോയത് ഏകദേശം അതേ രീതിയിൽ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കുറച്ചൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ലാതെ എൻ്റെ ശരീരത്തിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോഴാണ് ഞാനൊരു വസ്തുത തിരിച്ചറിഞ്ഞത്. ആ ഹോട്ടലിലെ കണ്ണാടികൾ, മിററുകൾ, അത് കംപ്ലീറ്റ് ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ വലുപ്പത്തിലായിരുന്നു എന്നുള്ള വസ്തുത ഞാൻ തിരിച്ചറിയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കുറച്ച് വലുതാക്കി കാണിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഇമേജ് കിട്ടുന്ന തരത്തിലുള്ള കണ്ണാടികളാണ് അവിടെ വെച്ചിരുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ മൂലം നമ്മൾ എവിടെയൊക്കെ എത്തി, നമ്മൾ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്കൊക്കെ ഉണ്ടാവാം. ഇത് എൻ്റെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുന്നു. എൻ്റെ ട്രെയിനിങ് ഫീൽഡ് ആയിക്കോട്ടെ, മറ്റേത് ഫീൽഡും ആയിക്കോട്ടെ, അവിടെയൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഈ കണ്ണാടിയുമായി ബന്ധപ്പെട്ട സംഭവം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ പ്രൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ വല്ലാതെ പൊങ്ങാറുണ്ട്. അങ്ങനെ പൊങ്ങുമ്പോൾ അത് റിയാലിറ്റിയാണോ, അത് ശരിക്കും നമ്മൾ ഒരിടത്തും എത്താത്ത ഒരവസ്ഥയിലാണോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ശരിക്കും ലൈഫിൽ വിജയം ഉണ്ടാവുക. അപ്പോൾ ഈ കണ്ണാടി എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യവും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പാടില്ല. നമ്മളത് റിയാലിറ്റി ആണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്തതിന് ശേഷം വേണം കാര്യങ്ങൾ വിശ്വസിക്കാൻ. അല്ലാതെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അബദ്ധത്തിൽ പോയി ചാടാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.